കൊച്ചി വാട്ടർ മെട്രോ സർവീസിന്റെ തൊട്ടു മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് യാത്ര ചെയ്യാൻ ഏതൊക്കെ സമയത്ത് യാത്ര ചെയ്യണം, ഏതൊക്കെ റൂട്ടിൽ യാത്ര ചെയ്യണം, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 40 രൂപ ടിക്കറ്റ് എടുത്ത് 40 മിനിറ്റ് AC ബോട്ടിലിരുന്ന് കൊച്ചി കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇതുപോലൊരു ഫെസിലിറ്റി വേറെ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് കൊച്ചി കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കണ്ടേ? വാ. ഇതാണ് കൊച്ചി വാട്ടർ മെട്രോ സർവീസിലെ ഹൈക്കോർട്ട് ടെർമിനലിലെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നും പ്രധാനപ്പെട്ട 4 റൂട്ടുകളിലേക്കാണ് സർവീസ് നടത്തുന്നത്. അതിൽ ഞാൻ തിരഞ്ഞെടുത്തത് ഹൈക്കോർട്ട് ഫോർട്ട് കൊച്ചിയാണ്. ഹൈക്കോർട്ട് സൗത്ത് ചിറ്റൂർ, ഹൈക്കോർട്ട് വൈപ്പിൻ, വൈറ്റില കാക്കനാട്, ഏലൂർ ചേരാനല്ലൂർ എന്നിവയാണ് മറ്റു പ്രധാനപ്പെട്ട റൂട്ടുകൾ. ഇതിൽ ഞാൻ യാത്ര ചെയ്യുന്നത് ഹൈക്കോർട്ട് ടെർമിനലിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്കാണ്. മറൈൻ ഡ്രൈവിലാണ് ഹൈക്കോർട്ട് ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത്. ബോൾഗാട്ടി പാലസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാട്ടർ മെട്രോയിൽ ഒരു കറക്കമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാവിലത്തെ ട്രിപ്പ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. വെയിലിന്റെ ചൂടും വരില്ല, തിരക്കും കുറവായിരിക്കും. കണ്ടെയ്നർ ടെർമിനലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ കണ്ടെയ്നർ ടെർമിനൽ ആണെങ്കിൽ മറു സൈഡിൽ കൊച്ചിൻ പോർട്ടിന്റെ കാഴ്ചകളാണ്. വലിയ ചരക്ക് കപ്പലുകളും മറ്റു യാത്രാ ബോട്ടുകളും മീൻപിടുത്ത ബോട്ടുകളും ഒക്കെ ഈ റൂട്ടിൽ കാണാം. നൂറ് പേർക്ക് കയറാവുന്ന വാട്ടർ മെട്രോയിലെ ബോട്ടുകളെല്ലാം ഇലക്ട്രിക് ബോട്ടുകളാണ്. സേതു സാഗർ എന്ന ജങ്കാറാണ് ഈ വരുന്നത്. അങ്ങനെ കൊച്ചി കായലിന്റെയും അതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളുടെയും പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമുക്ക് യാത്ര തുടരാം. അങ്ങനെ ഞാൻ സഞ്ചരിച്ച ബോട്ട് ഫോർട്ട് കൊച്ചി ടെർമിനലിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ വാട്ടർ മെട്രോയിൽ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഏത് റൂട്ടായിരിക്കും തിരഞ്ഞെടുക്കുക? ഞാൻ ചെയ്ത വീഡിയോസിന്റെ അഭിപ്രായങ്ങളും കമന്റുകളും എൻ്റെ കമന്റ് ബോക്സിലൂടെ നിങ്ങൾ തീർച്ചയായും അറിയിക്കുക. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.